Ladies and gentlemen, welcome back. അപ്പോൾ ഇതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ പാർട്ട് 3. ഇന്നത്തെ വീഡിയോൻ്റെ ടാർഗറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഡ്രാഗണെ കൊല്ലാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാറ്. ഓക്കെ, അതും സ്ട്രോങ് ഹോൾ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ വീഡിയോ ഒരു ലോങ് വീഡിയോ കാരണം ഇത് സ്കിപ്പ് ചെയ്യുക, അതായത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഈ വീഡിയോ. ഫുൾ ലോങ് വീഡിയോ അതേപോലെ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, ദെൻ പിന്നെ ഞാനൊരു കാര്യം പറയാം, 10,000 ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ അതിൽ 90% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണില്ല. നിങ്ങൾക്ക് ഗെയിമിംഗ് വീഡിയോസിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ ലെറ്റ്സ് ഗോ. ഓക്കെ, കണ്ടോ സെമിൽ പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്, കണ്ടോ സർവൈവൽ. ഓക്കെ, ഇത് കളിച്ചതിൻ്റെ 2ാം പാർട്ടിൻ്റെ കണ്ടിന്യൂഷനാണിത്, മനസ്സിലായോ? ഇതിന് മുന്നേ കണ്ടതിൻ്റെ ബാക്കിയാണിത്. പിന്നെ അതിൽ ചെറിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ക്രിയേറ്റീവ് ഓണാക്കി അങ്ങനെ എന്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമോ? പക്ഷേ ഇല്ലല്ല. ഓക്കെ, പിന്നെ ആദ്യം പറയാം, കഴിഞ്ഞ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള IO ഫെൻഡർ ബ്ലേസ് റോഡ്. ഇപ്പോൾ എന്തിനാ IO ഫെൻഡറിൻ്റെ കയ്യിൽ വെക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഇന്നത്തെ ദിവസം ടാർഗറ്റ് എന്തൊക്കെയാ വെച്ചാൽ, ആദ്യം കുറച്ച് ഫുഡ് കളക്ട് ചെയ്യുക, എന്നിട്ട് മൈൻ ചെയ്യാൻ പോകണം. മൈൻ ചെയ്തിട്ട് അയൺ, ലാപ്പിസ്, ഡയമണ്ട് ഇതൊക്കെ വേണം. പിന്നെ നമുക്ക് പേപ്പറും ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എൻചാൻറ്റ് ചെയ്തിട്ടുള്ള ബുക്ക് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഈ IO ഫെൻഡർ വെച്ചാണ്ട് സ്ട്രോങ് ഹാൾക്ക് പോകുന്നു. സ്ട്രോങ് ഹാൾ പോയാണ്ട് എൻഡ് പോർട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഡ്രാഗനെ കൊല്ലുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇത് നമുക്ക് ഫുഡ് ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ ഈ ചെസ്റ്റിലുള്ള ഫുഡ് നമുക്ക് ഫുൾ എടുക്കാം. ഓക്കെ റോ പോർക്ക് 5 ഇത് ഇത്ര മതിയാവും. ലെതർ ആവശ്യം വരും, നമുക്ക് എൻചാൻറ്റ് ഇതിൽ ബുക്ക് ഉണ്ടാക്കേണ്ട സമയത്ത് ആവശ്യം വരും. അവിടെ നിന്നോട്ടെ. ഓക്കെ, ദെൻ ഒരു ബെഡ് നമ്മളെ കയ്യിൽ വേണം. ഓക്കെ, ബെഡ് ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ അയൺ ആർമർ ഉണ്ടോ? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അയൺ ആർമറാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റീവ് ഓൺ ആക്കിയതുകൊണ്ട് തന്നെ പിന്നെ ഈ വീഡിയോയിൽ എന്താ വെച്ചാൽ, ഈ വീഡിയോ ലോങ് വീഡിയോ കാരണം, അതായത് ഈ വീഡിയോയിൽ കട്ട് ചെയ്യില്ല. ഐ മീൻ ഞാൻ ഇനിയിപ്പോൾ മൈൻ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് ടൈം ലാഭിക്കാൻ വേണ്ടി കട്ട് ചെയ്യുമല്ലോ, ആ പരിപാടി ഈ വീഡിയോ ഇല്ല. കാരണം ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താൽ ആരും വിശ്വസിക്കാൻ പോകണില്ല ഞാൻ ക്രിയേറ്റീവ് ഓൺ ആക്കിയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് എങ്ങനെ ഫുൾ ഗെയിം പ്ലേ ഇങ്ങനെയാണ് കാട്ടിത്തരും. ഓക്കെ, ഇത് കഴിഞ്ഞ ഗെയിം പ്ലേയിൽ കളിച്ച വില്ലേജ് അല്ല, അവിടെ ഞാൻ ക്രിയേറ്റീവ് ആക്കി കളിച്ചില്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലോ അവിടെ. അപ്പോൾ അത് ഒഴിവാക്കിയാണ് ഇവിടെ എടുത്തത്. ഓക്കെ, സ്കിൽ ടേൺ. ഓക്കെ, മൈൻഡ് ആക്കണ്ട അതവിടെ പോയിട്ട്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ ക്രോപ്പ് ഉണ്ടാവില്ല കേട്ടോ, അതുകൊണ്ട് ഈ വീഡിയോ നല്ല ലെങ്ത് ആയിക്കാരം. ആദ്യം പറഞ്ഞിരിക്കണേ, എനിക്ക് വേറെ വഴിയില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യണം. ഓക്കെ, അത്യാവശ്യം ബ്രെഡ് കിട്ടി. ഈ ഒന്നാമത് ഈ വില്ലേജിലുണ്ടായ എല്ലാവരും ഉപകാരം എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ബ്രെഡ് കിട്ടും. ജസ്റ്റ് വെയിറ്റ്, ഈ വീഡിയോ റെക്കോർഡിങ്ങിനല്ലേ. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് മോനെ. ഓക്കെ, ആപ്പിള്, ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഉരുളക്കിഴങ്ങ്, അത്യാവശ്യത്തിന് ഫുഡ് കിട്ടിയത്. പിന്നെ നമുക്ക് ഫുഡ് എടുക്കേണ്ട ആവശ്യം വരരുത്, ആ രൂപത്തിൽ കിട്ടണം. ഓക്കെ, ഇതിനുണ്ട് 3 ബ്രെഡ്. ഓക്കെ, ഇപ്പോൾ 9 ബ്രെഡായിണ്ടേ. ഇതൊന്നും പോരാ, കുറച്ചും പാടെ വേണം, കുറച്ച് സാധനമാണ്. നമുക്ക് മീറ്റ് ഫുൾ റോ മീറ്റ് ആക്കണോ? അങ്ങനെ വേണം, അങ്ങനെ ചെയ്യാം. അത് കോള് കിട്ടിയതിന് ശേഷം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിലൊക്കെ അല്ല ചെസ്റ്റിൽ ഏകദേശം ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഫുൾ കളക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളറില്ലേ ഒരു സംഭവം കണ്ടോ, ഈ ചാറ്റ് GPT കൊടുന്ന പുതിയ ഓപ്പൺ എഐൻ്റെ സംഭവം കണ്ടോ നിങ്ങൾ? അതായത് എന്തായാലും പേര് സൊറ, ഐ മീൻ ഈ AI വെച്ചാണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമല്ലോ, അത് വന്ന് വിശ്വാസമില്ലാത്തവരും ചെക്ക് ചെയ്ത് കൊണ്ടിട്ടോ. ഞാൻ സത്യം പറഞ്ഞു, പക്ഷേ ഇത് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംതിങ് എന്തോ വേണ്ടല്ലോ, പക്ഷേ ഭാവിയിൽ വരും. അപ്പോൾ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ AI വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊരു വലിയൊരു കാര്യമാണ് അതൊക്കെ. ജസ്റ്റ് ഷുഗർ കെയിൻ എടുക്കണോ? വേണ്ടി വരും, കാരണം പേപ്പർ ഉണ്ടാക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി വിടും. ഇതിലുണ്ട് ഇത്ര ബ്രെഡ്. ഓക്കെ, ഇപ്പോൾ എത്ര ബ്രെഡായി? 19 ബ്രെഡ്. ആപ്പിൾ എടുക്കാം, ഷുഗർ കെയിൻ. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് വീടുമ്പോഴുണ്ട്, ഫുള്ള് വീട് നമുക്ക് തപ്പാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫുഡ് കിട്ടിക്കോളും. ജസ്റ്റിലൊന്നുമില്ല, തേങ്ങ. ഏതോ ദരിദ്രവാസിൻ്റെ വരെ നമുക്കിത് പൊട്ടിച്ച ഒന്നും തന്നില്ല. അവൻ്റെ ബ്രെഡ് നമുക്ക് എടുക്കുക. എന്ത് പറയണേ,
ഒന്നും തരാത്തതിനുള്ള ദേഷ്യം. ഓക്കെ, ഇനിയിപ്പോൾ ഓ ജസ്റ്റ് ഓക്കെ, ഇവിടെ പാടെ കുറച്ച് വീടുണ്ട്. എടാ ഈ വില്ലേജ് അയൺ ഗോൾ അവിടെ, അതാണ് ഞാൻ തപ്പണ്. ഓക്കെ, ഇവിടെ ഒരു ക്യാരറ്റ് ഉണ്ട്, എടുക്കാം. ഈ വില്ലേജിലായാലും ഒരു ഉപകാരം എന്താ വെച്ചാൽ വില്ലേജസ് ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കും, നമ്മളൊന്ന് തിന്നാൽ മതി. ജസ്റ്റ് വെയിറ്റ്, തിന്ന് ഫുള്ളാക്കാം കേട്ടോ. അല്ലല്ല, അവിടെ എന്താ നടക്കണേ? നമുക്ക് വേണേ കൊല്ല. ഓ കുട്ടിയടാ, പാവടാ, അച്ഛനും മക്കളെ ഇട്ട് ജീവിക്കടാ, നമുക്ക് വേണേ കൊല്ല. ഒരു കുട്ടിയാനാതെ എടാ, ഞാൻ ക്രൂരനല്ലടാ, വാണ്ടില്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വല്ല ചെസ്റ്റില്ല ഫുഡും പാടെ എടുക്കാം. നമ്മൾ കഴിക്കും വേണ്ട, അതും വേണ്ട. എങ്ങനെയുണ്ട്? വീട്ടിലെ അച്ഛനെ കൊന്ന് അടുത്ത് ഫുഡ് തട്ടി. ഓക്കെ 23, 24, 25, 26, 27 ഇത്ര മതിയാവും. 27 അല്ല, ഫുള്ള് തപ്പ. ഇനിയും ഉണ്ടല്ലോ വീടുകൾ. ഇത് മറ്റേ ഗ്രീൻ എന്തതിൻ്റെ പേര്? എന്തായാലും ഇത് ആവശ്യം വരും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത എൻചാൻറ്റ് ബുക്ക് കിട്ടിയാൽ ആ ബുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി ആവശ്യം വരും. ഇവിടെ ലാഭം ഉണ്ട് കേട്ടോ, ഇത് ഓർമ്മിച്ച് കിട്ടും. കാരണം നമുക്ക് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഒബ്സിഡിയൻ ആവശ്യം, അപ്പോൾ ലാഭം ആവശ്യം വരും എന്തായാലും. ഓക്കെ, ഇതിനടുത്ത് ബ്രെഡ്. ഓക്കെ, ഇപ്പോൾ 33 ബ്രെഡ് തന്നെ. അയാണെന്നൊക്കെ വേണം. എന്തിനാണ് അയാളൊക്കെ വെറുതെ? ഒരു ഉപകാരമില്ലാണ്ട്. ഓക്കെ, മീറ്റ് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഐസ് സ്പീഡിൻ്റെ വീഡിയോ കണ്ടിരുന്നോ? മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണേ. ചെങ്ങായി 10-22 മണിക്കൂർ എടുത്തിട്ടാണ് ഹാർഡ് കോർ കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് ഹാർഡ് കോർ ഫുൾ കളിച്ച് കാട്ടി തന്നെ ആവശ്യമുണ്ടോ, കഴിയുന്നുണ്ടോ? പക്ഷെ അതിൽ മാത്രം ഇപ്പം എനിക്ക് കളിക്കാറില്ല, അതാണ് പ്രശ്നം. ഒന്നാമത് ഞാൻ പറയില്ല, ഞാനൊരു രൂപയാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറ്. ഓക്കെ, ബ്രെഡ് ആവശ്യത്തിനായല്ലോ. 41 അല്ലേ? ഫുഡൊന്നും കളയല്ല, എടുക്ക്. ഓക്കെ, പൊട്ടാറ്റോ 8, ക്യാരറ്റ് 2. ഇത്ര ഫുഡ് മതിയോ? ഫുള്ള് തപ്പട്ടെ. അപ്പോൾ എത്ര വീടല്ലേ ഉള്ളൂ? ഫുള്ള് തപ്പി കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് ആകെ എത്ര ഫുഡായിട്ട്? 41 ബ്രെഡ്. അത് അത്യാവശ്യം ഉണ്ട്, മതി. ഇനി നമുക്ക് എന്താ വെച്ചാൽ മൈൻ ചെയ്യാൻ വേണ്ടി പോവാം. അതിന് ആദ്യം ഈ മയം ചോരട്ടോ, അല്ലെ ഈ സോംബിൻ്റെ കൂടെ കൂടുതൽ കയറി. ഈ മൈൻ ചെയ്യുന്ന ഏരിയയിൽ ഞാൻ കേവിൽ കയറിയ മൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സോംബി ഇതൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ റിസ്ക് ആവും കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ബക്കറ്റ് ഓഫ് വാട്ടർ കൊടുക്കണം. അടിയിലേക്ക് ഇറങ്ങി സ്മൂത്തായിട്ട് അടിയിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ കൊടുക്കണം. ഓക്കെ, ഇനി കണ്ണീരൊന്നും വേണ്ട. ജസ്റ്റ് വെയിറ്റ്, നമ്മളിവിടെ തപ്പിരുന്നോ? ഇവിടെ കയറി നോക്കിനോ? ഫ്ലിൻ്റ് ഉണ്ട്, എടുക്കാം. ഓക്കെ, ഇനി മൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാം. ഇതിപ്പോൾ നൈറ്റ് ആയിണ്ടോ? ഇല്ല, നൈറ്റ് ആവാതെ റെയിൻ. പക്ഷേ എന്താ ഈ സോംബീസിനൊന്നും കാണാനല്ല. കിടക്കാൻ പറ്റും ഇപ്പോൾ? യു ക്യാൻ ഓൺലി സ്ലീപ്പ് അറ്റ് നൈറ്റ് ആൻഡ് ഡ്യൂറിങ് തണ്ടർ സ്റ്റോം. ഓക്കെ, ഇനിയിപ്പോൾ എന്തൊക്കെയുണ്ട് ചെസ്റ്റിൽ? ഓക്കെ, ബക്കറ്റ് ഓഫ് വാട്ടർ ആണല്ലേ മൈൻ ചെയ്യാൻ പോകുമ്പോൾ. ഇനി മൈൻ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ വേണം? പിക്കാക്സ് ഉണ്ട്. ഓക്കെ, ഷവലുണ്ട്, അത് ഇതൊക്കെ. ഓക്കെ, പിന്നെ എൻ്റെ അയൺ ആർമർ കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് വേണം കാണാൻ കേട്ടോ, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ കാട്ടി കള്ളത്തരൊക്കെ മനസ്സിലാവണ്ടേ? ഓരോരുത്തരൊന്ന് കമൻറ്റ് ചെയ്യാണ്ടല്ലോ. എടാ, ഞാൻ ഒരു എൻട്രപ്പികൾ മാത്രമാണ് ക്രിയേറ്റീവ് ആക്കി എടുത്ത്. ഇങ്ങനെ അതുപോട്ടെ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മൈൻ ചെയ്യാൻ വേണ്ടി പോവാം. മൈൻ ചെയ്യാനിപ്പോൾ ആദ്യം ഞാൻ ആ ബക്കറ്റ് എടുത്തില്ലേ? ഓക്കെ, സ്റ്റേറ്റ് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. ഇവിടെ എടുത്ത് എവിടെ ഒരു പോയ ഏതോടെ എന്തെങ്കിലും തപ്പിയൊക്കെ നമുക്ക്. വാട്ടർ സോഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു ബക്കറ്റ് വെള്ളം. ഇതൊരു ഭയങ്കര വലിയ ട്രിക്ക് കേട്ടോ, കാരണം അടിക്ക് ഇറങ്ങി പോകാൻ ഭയങ്കര സിമ്പിളാണ്. എനിക്ക് പേടി എന്താറോ, ഇത് എടുത്തിട്ട് അറിയാതെ കൈ നീങ്ങി കഴിഞ്ഞാലേ അയ്യോ ഫെൻഡറാണ് പോവും. എനിക്ക് 20 ഞാൻ 20 എടുക്കാൻ കാരണം എന്താറോ, ഞാൻ കട്ട നൂബ്. സത്യം, നിങ്ങളൊരു കട്ട നൂബ് മൈൻക്രാഫ്റ്റിൽ ഡ്രാഗനെ കൊല്ലാൻ പോകണമെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സത്യം അറിയോ, ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും ചിലപ്പോൾ കളിച്ചാനറിയില്ല എന്നൊക്കെ പറയും. സംഭവം ഇല്ലതാണ്, സത്യമാണ്. അല്ലെങ്കിൽ ഒന്നും പറയാനല്ല. കാരണം വെച്ചാൽ എനിക്കെന്താ അറിയില്ല,
എനിക്ക് എപ്പോഴും കള്ളത്തരം കാട്ടാനുള്ള ആ ഒരു മൈൻഡ് എനിക്ക് വരുന്നത്. എന്താ വെച്ചാൽ അറിയില്ല. പിന്നെ മൈൻഡ് ചെയ്യാൻ പോകുമ്പം ഇവിടെ ഓടിയാണ്. ഞാൻ അവിടെ ഒരു കേവ് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഉണ്ട് ഈ കേവ്. ഇത് മതി ഇവിടെ നിന്ന് അടിക്ക് പോയാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കട്ടെ. ഓ കണ്ടോ, ബ്രെഡ് കഴിച്ചാലൊരു ഉപകാരം കണ്ടോ. ഒന്ന് കഴിക്കുമ്പോൾ തന്നെ 2-3-4 കൂടണ്. ഓ മാൻ, ഇവിടെ നിന്നാണ് അടിക്ക് പോകാം കേട്ടോ. ഓക്കെ കണ്ടോ, ഇതിന് ഐസ് കേട്ടോ. ഇങ്ങനെ പോയാൽ നേരെ പോകുന്നു, ഒരു ഡാമേജും ഇല്ല. അതെല്ലാം അതായാണ് ഫസ്റ്റ് ടൈം തന്നെ. അതായാണ് കിട്ടിയ അയണൊക്കെ ഫസ്റ്റ് ടൈം എടുക്കട്ടെ കേട്ടോ. ഈ മൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ടാർഗറ്റ് വെച്ചാൽ ലാപ്പിസ്, അയണ്, ഡയമണ്ട്, കോള് ഇങ്ങനെ സംഭവങ്ങളൊക്കെയാണ് നമ്മളെ ടാർഗറ്റ് കേട്ടോ. ഈ മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. ഓക്കെ, ഇത് അവിടെ ആണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് വേണടാ. ഐ മീൻ ഒരു 4 ഏതെങ്കിലും ബ്ലോക്ക് വേണം ഇങ്ങനെ വെച്ച് പോകാൻ. ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് വല്ല ഗോളും കിട്ടിയാൽ ഓക്കെ. മൈനിങ് ആദ്യം ഫുഡ് സെറ്റായി, പിന്നെ മൈനിങ്, പിന്നെ എൻചാൻ്റെ ഇതിലുള്ള ബുക്ക് ഉണ്ടാക്കുക. എൻചാൻ്റെ ഇതിലുള്ള പവർ 5 ഇൻഫിനിറ്റിയോ വേണം ബോക്ക്, എന്നാലും നമുക്ക് ഡ്രാഗനെ സിമ്പിളായിട്ട് കൊല്ലാൻ കഴിയുള്ളൂ. പിന്നെ ഒന്നാമത് ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ബോയ് ഉപയോഗിച്ച് അതിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കളിയുണ്ടെങ്കിൽ അത് ഒരുമാതിരി കളിയാക്കിയ രൂപത്തിലെടുക്കരുത്, സത്യം പറയാമല്ലോ. കാരണം ഒരു പാവൻ നൂബട ഒരു ബോട്ടും കുട്ടി മൈൻക്രാഫ്റ്റ് കളിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതെന്താ ടാപ്പ് ടു ഓപ്പൺ ചാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ല. അവിടെ സ്ക്രീൻ റെക്കോർഡിങ്ങിനല്ലേ? ഓക്കെ, റെക്കോർഡിങ്. ഇനി ജസ്റ്റ് അവിടെ ലൈൻ എടുക്കണം. പോലെ ഓക്കെ. അയണ ഇവിടെ എവിടെയാണ് കണ്ടത് നേരത്തെ? അതാ ഞാൻ കണ്ട അയണ ഇവിടെ അയണ കണ്ടല്ലോ. അതാ അവിടെ ഓക്കെ. ഓക്കെ, എനിക്കറിയാം ഇത് ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നല്ല ബോറിങ് കാര്യം. പക്ഷെ ഞാനെങ്ങാനും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ ക്രിയേറ്റീവ് ഓണാക്കിയതാണ് ഓരോരുത്തർ വരും. അത് പറ്റൂല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഫുൾ ഗെയിം പ്ലേ ഇതേപോലെ കാണിക്കണേ. ഇപ്പം നിങ്ങൾ സ്പീഡിൻ്റെ ഒക്കെ ലൈവ് കാണുമ്പോൾ എങ്ങനെ ഫുൾ ഗെയിം പ്ലേ 10-12 മണിക്കൂർ ലൈവ് സ്ട്രീം ചെയ്യല. പക്ഷെ ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഡിവൈസും കാര്യങ്ങളൊന്നും നിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഫുൾ വീഡിയോ ഇങ്ങനെ ഇത് കാണിച്ചു തരാം. ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ മണിക്കൂറോളം ആയേക്കാം, ചിലപ്പോൾ 10-50 മിനിറ്റ് ആയേക്കാം. പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റൂ. ഓക്കെ, ദെൻ എവിടെ ഓക്കെ. അടാ ഞാനേ കീപ്പ് ഇൻവെൻറ്ററി ഓൺ ആക്കിക്കണോ ഓഫ് ആക്കിക്കണോ നോക്കട്ടെ ആദ്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ തന്നെ മറന്നു ആ കാര്യം നോക്കട്ടെ കേട്ടോ. എൻ്റെ മുത്തേ കീപ്പ് ഇൻവെൻറ്ററി ഓൺ ആട്ടോ. ഇതാ ഞാൻ അതപ്പോൾ ഓഫ് ആക്കിക്കണ്ടോ കണ്ടോ. ഇനൊന്നും പറയല്ലേ, ഞാൻ ഓർത്തില്ല. ഞാൻ ഇത്രയും നേരം എന്നെ കളിച്ചപ്പോൾ ഞാൻ ഓർത്തു പോയില്ല. കീപ്പ് ഇൻവെൻറ്ററി ഓഫ് ആക്കിണ്ടേ. ഓക്കെ, ദെൻ ഇനി അയാണോ ഇവിടെ? ഓക്കെ, അതിൻ്റെ മുകളിലൊക്കെ ഞാൻ ദിമ്മുക്ക് ചാടാനാണ് നോക്കി, അപ്പുറത്ത് പോയി ചാടി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തന്നെയുള്ള അവസ്ഥ. ഓക്കെ, ഇതായണിത്. അല്ല ഞാനിപ്പോൾ എന്തിനാ കുറേ അയണിങ്ങനെ എടുക്കണേ? എൻ്റെ അടുത്ത് ഓൾറെഡി അയൺ ആർമറൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്താ പറയുക, ആവശ്യം വരും. ഡയമണ്ട് പിക്കാക്സ് ചിലപ്പോൾ പൊട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ വല്ല അയൺ ആവശ്യം വരും. ഓൾറെഡി അയൺ ആർമർ ഉണ്ട്. നമുക്ക് അടിക്ക് പോവാം, ഇതുവഴി പോവാം. ടോർച്ച് കയ്യിലെടുക്കട്ടെ ജസ്റ്റ് ഒന്ന്. ഇതിന് പകരം ഉരുളക്കിഴങ്ങിലൊക്കെ ജസ്റ്റ് ഇട്ട്. ഇതവിടെ കോളുണ്ട്. കോളിൻ്റെ ആവശ്യമുണ്ടോ? ടോർച്ചിൻ്റെ അടുത്ത് അത്യാവശ്യം ഉണ്ട്. കോളിൻ്റെ ആവശ്യമുണ്ടോ? വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ അതിനായിട്ട് അങ്ങോട്ട് പോകണ്ട, ജസ്റ്റ് വെയിറ്റ്. ഞാൻ ആദ്യം പോയതുകൊണ്ട് അത് ഡയമണ്ട് മൈൻഡ് ചെയ്യട്ടെ. ഇവിടെ ആകുമ്പോൾ നേരോ അത്യാവശ്യം അടിക്ക് നമ്മൾ ഓൾറെഡി പോയല്ലോ. മൈൻഡ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് അടിക്ക് പോകാൻ കഴിഞ്ഞല്ലോ. നൈറ്റായി തോന്നുന്നു കേട്ടോ. ഇനി സോംബീസൊക്കെ ഉണ്ടാവും. ഈ സാധനം സീൻ കേട്ടോ. ഒരു മഞ്ഞ കളർ സാധനം നമ്മൾ മേത്തേക്ക് ഇട്ട് പോകും മോനെ സീൻ. അപ്പോൾ പോയിസണുള്ള സാധനമല്ലോ, അത് ട്രൂവൻ. ഇനി നല്ല ശ്രദ്ധിക്കണം കേട്ടോ, കാരണം കീപ്പ് ഇൻവെൻറ്ററി ഓണല്ല. എന്നിട്ട് ഞാൻ നമ്മളെ കയ്യിലെ സാധനങ്ങളൊക്കെ സ്കിൽട്ടണോ? ഇങ്ങോട്ട് എടുത്തുക്കോ. ഷിറ്റ് ഓഫ് ദി ഷിറ്റ്. അതിൽ ജസ്റ്റ് ഒരു കവർ ഉണ്ടാവും കേട്ടോ. ഭയങ്കര ഡേഞ്ചറായി സ്കെൽട്ടണൊക്കെ. കാരണം ഈ സ്കെൽട്ടൺ അങ്ങനെ ഒരു പ്ലേസിൽ നിന്ന് കിട്ടിയ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് വെയിറ്റ്. വാ
പെട്ടെന്ന് സമയം കളയടാ. നമുക്ക് ഇവിടെ ഒരു കവർ ഇങ്ങനെ എടുത്താണ്ടേ ഐസിലൂടെ അല്ലേ അയാൾ എടുക്കാം. ഈ വാട്ടർ സോഴ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമല്ലോ ഇവിടെ. ഓ അതിന് പറ്റൂലല്ലേ. ഇനിയിപ്പോൾ അതിൽ കൂടെ പോകണം. ആ ലാപ്പിസ്. ഓ ലാപ്പിസ് അല്ലത്. ഓ അപ്പോൾ എൻചേൻ്റെ ചെയ്യാൻ ലാപ്പിസ് അവിടെ തന്നെ കിട്ടി. ഓക്കെ ഈ അയാണ് ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. ആ ലാപ്പിസ് ആദ്യം പോയിട്ട് എടുക്കട്ടെ. അത് അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ എൻചേൻ്റെ ചെയ്യുന്ന സമയത്ത് ലാപ്പിസ് വേണം. ഓക്കെ നമുക്ക് ഇതിൽ കൂടെ അങ്ങനെ പോകല്ലേ. ഒരു കാണാതെ ഐസിലെടുത്ത് പോവാം. കാരണം എന്താ പറയുക, ഈ കേവിൽ കിടന്നാണ് ഇറ്റോളോട് ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇറ്റോളെ എണ്ണ ഭയങ്കര കൂടുതലായി കാരണം നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല. അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോടാ. ഇതെടുക്കുമ്പോൾ നല്ല എക്സ്പി കൂടുണ്ടല്ലേ. ഞാൻ മുന്നേ കളിച്ചിട്ട് അത്യാവശ്യം എക്സ്പി ആയിട്ടുണ്ട്. ഓക്കെ നമുക്ക് മൈൻഡ് ചെയ്യാം. ആ ഭാഗത്തേക്ക് പോകണ്ട. അത് നല്ല ഈ ഒരു ഭാഗത്തായിട്ട് മൈൻഡ് ചെയ്യാം. നമുക്ക് കുറച്ച് അടിയിൽ പോയിട്ട് അതിൻ്റെ മേലെ ബ്ലോക്ക് ഇട്ടാൽ മതി. അപ്പോൾ സീൻ ഉണ്ടാവില്ല. ആ ഭാഗത്ത് പോയിട്ട് മൈൻഡ് ചെയ്യണ്ട. ഇവിടെ ഓൾറെഡി വൈ ലെവൽ കോർഡിനേറ്റ് 11 ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ അതിന് ഇവിടെ മൈൻഡ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം തന്നെ സെലക്ട് ചെയ്തു. ഒറ്റ ബ്ലോക്കും പാടാം. ഓക്കെ 3. ഓക്കെ ദെൻ വേണ്ടോ ഇതൊരു ട്രിക്ക് കേട്ടോ. ഇനി ഇതിൻ്റെ അടിക്ക് വെള്ളം വരില്ല. ഓക്കെ അവിടെ ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി ഉണ്ടാവില്ലേ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഇത് എല്ലാവർക്കും ഇതൊക്കെ അറിയായിരിക്കില്ലേ. വൈ ലെവൽ -4 എത്തിയിട്ടുള്ളൂ. ഇനി എത്ര കാലം പോകണല്ലേ. വൈ ലെവൽ -58 ഏറ്റവും കൂടുതൽ ഡയമണ്ട് കാണുക. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. പിന്നെ നിങ്ങൾ ഡ്രീമിൻ്റെ വീഡിയോ ആണല്ലോ, ഡ്രീമിൻ്റെ സ്പീഡ് റൺ ആണല്ലോ. അവിടെ ഓൻ എങ്ങനെയാടാ കളിക്കണം ഒന്നും ഇതിലൊരു മനസ്സിലാവണടാ. ഓ ദാ അവിടെ അയാണ് ഇഷ്ടം പോലെ അയാണ്. പക്ഷേ ഞാൻ അയൺ ആർമർ മറ്റേ വീഡിയോയിൽ തന്നെ എടുക്കണ്ടില്ലേ. ഇതിലെടുത്താൽ മതി. എത്ര കാലം അയണടാ അത്. പിന്നെ സ്പീഡ് ഉണ്ട് എടാ. അത് ഈ സമയത്ത് അത് നമ്മൾക്ക് ഇങ്ങനെ തന്നെ സർവൈവൽ കളിച്ച് ഒപ്പിക്കാൻ കഴിയില്ല. ഓന് പറഞ്ഞാൽ ഇത് കളിക്കണീൻ്റെ ഒപ്പം തന്നെ അതും പാടെ ചെയ്യുക. എങ്ങനെ അത് സാധിക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ലടാ. ഓ ഡയമണ്ട്. ഓക്കെ നമുക്ക് 3 എണ്ണമാണ് എൻചേൻ്റ് ചെയ്യാൻ. ഓക്കെ 1 2 3 4 ഡയമണ്ട് ആയിട്ടുണ്ട്. എനിക്കിൻ്റെ ഓർമ്മ ശരിയാണ് ചെസ്റ്റിലൊന്നും പാടുണ്ട്. അപ്പോൾ മൊത്തം 5 ഡയമണ്ട് ആയിട്ടുണ്ട്. ഇനഫ്. പോട്ടെ ഇത്ര മതി. അത് മൈൻഡ് ചെയ്ത് കഴിഞ്ഞു. എത്ര പെട്ടെന്നുകൊണ്ടല്ല കിട്ടിയല്ലേ. അത് ഈ കേവ് കടന്നുകൊണ്ട് സെർച്ച് ചെയ്യണം. നമ്മൾ സാധാരണ പോലെ മൈൻഡ് ചെയ്യണം തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ. കേവിൽ കയറി സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. അതില്ല പറയാലോ. പിന്നെ ഫുഡ് തികയില്ലെന്നല്ല അവരെ പേടി. 40 റെഡ് പോരെ. മീറ്റ് വേണമെങ്കിൽ റോ മീറ്റ് ആക്കും ചെയ്യാം. ഓക്കെ ഇനി ഇനിയിപ്പോൾ നമുക്ക് എന്താ ആവശ്യം. ഇപ്പം നമ്മൾ ഫുഡ് എടുത്തു, അത്യാവശ്യം ഫുഡായി. പിന്നെ നമുക്ക് വേണ്ട ലാപ്പിസായി, ഡയമണ്ടായി, അയണായി. ഇനഫ് മൈൻഡ് ചെയ്തേണ്ട ഇത്രയൊക്കെ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ഇനി നമുക്ക് പോയേണ്ട ഇതൊക്കെ ഉണ്ടാക്കണം. ലാവ പൂൾ കണ്ടുപിടിക്കണം. പിന്നെ ഒബ്സീഡിയനൊക്കെ വേണ്ടേ. ഡാമേജ് പിക്കാക്സ് ഓൾറെഡി ഉണ്ടല്ലോ. ഓരോ ബ്ലോക്കായിട്ട് ഇങ്ങനെ കയറാം കേട്ടോ. കാരണം എന്താ പറയുക, ഒറ്റയടിക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞാലേ കീപ്പ് ഇൻവെൻ്ററി ഓൺ അല്ലാത്തതുകൊണ്ട് ഇല്ല വെപ്പൺസ് മൊത്തം ഇവിടെ പോകും. ഈ കീപ്പ് ഇൻവെൻ്ററി ഓൺ ആക്കാത്ത കളിച്ചിനെ വെച്ച് പേടി. ഞാൻ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് കീപ്പ് ഇൻവെൻ്ററി ഓൺ ആക്കട പൊട്ട പേടി അവിടെ വെച്ച്. കാരണം ഇത്രയും കളിച്ച് ഒറ്റയടിക്കൂടെ പോവും. ആ സ്ഥലത്ത് വെച്ച് എന്നോട് പോവും. ആ ഒരു പേടി തന്നെ കീപ്പ് ഇൻവെൻ്ററി ഓൺ ആക്കാമെന്ന്. ഓക്കെ ഇനി മോൾക്കോലെ. ഓക്കെ ഞാനിവിടെ ബ്ലോക്ക്. ഒരു നൂബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ കാര്യമാണ്. മനസ്സിലായോ. കയറാം. ഓക്കെ എന്താ കയറാത്ത. ഓക്കെ ഞാൻ സത്യം പറയട്ടെ, എനിക്കിത് ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലായി. ഞാൻ KSOൻ്റെ വീഡിയോ ഉണ്ടപ്പോൾ എനിക്കിതൊന്നും അറിയില്ല. നിങ്ങൾ ഈ മൈൻക്രാഫ്റ്റ് നന്നായിട്ട് കളിക്കാരുന്ന ആൾക്കാർ ഇതിനെ പറ്റി കമൻറ്റ് ചെയ്തോ. ഐ മീൻ ഒരു ബിഗിനറിന് പറഞ്ഞു കൊടുക്കണ പോലെ വേണം പറഞ്ഞുതരാൻ.
ഇനി മുകളിലേക്ക് പോകണല്ലേ? ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഇങ്ങോട്ട് ഈ സൈഡ് ഈ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഹെൽത്തും കുറയില്ലേ? ഈ സൈഡ്. ഏയ് ഓ എടാ, എന്താണ് മറ്റേതല്ലേ ക്രീപ്പറല്ലേ? പ്രതീക്ഷിക്കാത്ത സമയത്തോട്ടോ ക്രീപ്പറിന് ഇങ്ങനെയൊക്കെ പണിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഒന്ന് കണ്ടേനല്ലേ, ഞാൻ മുകളിൽ പൊട്ടി അടിക്ക് വീണു. വേറെ ഒന്നും ഓർമ്മയില്ല. ഞാൻ കുറച്ച് ഫുഡൊക്കെ അടിച്ച് സാവകാശമേ പോകണുള്ളൂ, അതാണ് നല്ലത്. മൈനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഷുഗർ കെയിൻ ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഷുഗർ കെയിന് പിന്നെ ലെതർ മുതലായുള്ള കുറച്ച് സാധനങ്ങൾ. കാരണം വെച്ചാൽ നമുക്ക് ബുക്ക് ഉണ്ടാക്കണ്ടേ. ഇനിയിപ്പോൾ സ്ട്രോങ് ഹോൾ പോകണ എൻഡ് പോർട്ടൽ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ ചൊറ കേസാണ്. അതൊക്കെ എവിടെ പോയി തപ്പാനാ എനിക്കറിയില്ല. ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ വേറെ കാര്യം പറയുള്ളൂ, വീഡിയോ 10,000 കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ അതിൽ ആകെപ്പാടെ 10% ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറയണ വെച്ചാൽ ഗെയിമിംഗ് വീഡിയോസിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ ദെൻ ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് മണ്ടല്ലേ ഉള്ളൂ. വെള്ളത്തിൽ കൂടെ തന്നെ പോലെ ഇവിടെ നിന്നൊക്കെ താഴത്തേക്ക് വീണാലേ എൻ്റെ ഹെൽത്ത് ഇപ്പോൾ കുറവാ. ഓ അങ്ങനെ മൈൻക്രാഫ്റ്റിൽ അൾട്ടിമേറ്റ് നൂബ് വരെ മൈൻക്രാഫ്റ്റ് കളിച്ച് പഠിച്ചു. കണ്ടത്ര നന്നായരോ. ഇവിടെ നിന്ന് പോയി ചത്താലേ ചിലപ്പോൾ ആ ഡയമണ്ട് പിക്കാക്സ് ഒക്കെ അടിക്ക് പോയി വെക്കും. കഴിഞ്ഞില്ലേ? ആദ്യം എൻ്റെ ബക്കറ്റിൽ വെച്ച് വെള്ളം എടുക്കണം കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, എത്ര മതി. ഓക്കെ, ഇനി കണ്ണീരൊന്നും വേണ്ട, മനം നുള്ളും. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഞാൻ പിന്നെ എൻ്റെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഹൈറ്റിലൊരു സാധനം വെച്ചെന്തിനാരോ. അത് വെച്ചെന്തിനാ നമുക്ക് മനസ്സിലായോ? സാധാരണ ചില കോർഡിനേറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ ഇന്നെ പോലെ നൂബുകൾക്കേ ഒന്ന് തിരിഞ്ഞാൽ പിന്നെ സാധനം കണ്ടിട്ടില്ലേ ടെൻഷനാവും. ഐ മീൻ എൻ്റെ വീട് ഇവിടെ കണ്ടില്ലേ ടെൻഷനാവും. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഒന്ന് നേരെ ആകാശത്ത് നോക്കിയാൽ അപ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ വീട് ഇവിടെ. ഓക്കെ ദെൻ ഞാൻ അങ്ങനെ വിയർത്തിട്ടോ. മാണ്ടില്ല ഇനി ഫുൾ വീഡിയോ ഇങ്ങനെ കാട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിരുന്നു ഇപ്പോൾ അത്. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാനുള്ള ആൾക്കാരാ. കാരണം വെച്ചാൽ ഇതിനൊപ്പം പറയുകയും ചെയ്യണം, കമൻറ്റ് പറയുകയും ചെയ്യണം, കളിക്കുമ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ലെതർ കയ്യിലെടുക്കണം. കാരണം എന്താ വെച്ചാൽ ആദ്യം കുറച്ച് സാധനങ്ങൾ ഈ ചെസ്റ്റൊക്കെ ഇത് ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ബക്കറ്റ് ഓഫ് വാട്ടർ 2 എടുക്കുക. ഓക്കെ, ഡയമണ്ട് വേണം. പിന്നെ മട്ടൊക്കെ കൊടുക്കട്ടെ. ഇത് വേണ്ട. ഗ്രീൻ സ്റ്റോൺ ഉണ്ടായിക്കോട്ടെ. ലാപ്പീസ് അത്യാവശ്യം. ലാപ്പീസൊക്കെ ഇവിടെ നോട്ടെ. ലാപ്പീസ് ഡയമണ്ടൊക്കെ ഇവിടെ നോട്ടെ. എങ്ങനെ പോകണ വയ്ക്കാൻ അങ്ങനെ ചത്താലോ പിന്നെ അതൊന്നും കിട്ടില്ലല്ലോ. സേഫാക്കി വെക്കുക അല്ലേ. അയണ് ഗ്രീൻ സ്റ്റോൺ ഇവിടെ തന്നെ വെക്കാം, പോയാൽ കിട്ടില്ലല്ലോ. ബ്ലേസ് റോഡ്, ഷുഗർ കെയിൻ. ഓക്കെ, ഷുഗർ കെയിൻ എടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്താണോ ടാർഗറ്റ് അതുമാണ് നമ്മളിവിടെ ഇൻവെൻട്രിയിൽ ഇങ്ങനെ വെക്കാൻ. അപ്പോൾ പെട്ടെന്ന് കത്തുള്ളൂ. ഓക്കെ, 25 ലെതർ ഓൾറെഡി ഉണ്ട്. ഈ ലെതർ പശുവിനെ കൊന്നാൽ കിട്ടും, ലാമാസിനെ കൊന്നാലും കിട്ടും. പക്ഷെ അങ്ങനെ കൊന്നിട്ട് എടുക്കണമെന്നതിൻ്റെ സമയം എടുക്കും. എന്തായാലും ഇരിക്കട്ടെ, ലെതർ അവിടെ നോട്ടെ. ഇത്തിരി സാധനങ്ങളോ അതിലെ ഫ്ലിൻറ്റ്, ലെതർ അവിടെ കട്ടെ, ഫ്ലിൻറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബുക്ക് എടുക്കാനോ വരല്ലോ. ഓക്കെ, ജസ്റ്റ് ഫുഡ് കേട്ടോ. 38 ബ്രെഡ് ഉള്ളൂ കേട്ടോ ഇനി. മതിയാവും, സിമ്പിൾ. ഓക്കെ, ഇനി ഹാർഡ് കോർ കളിച്ചിട്ട് ഫുള്ള് ചെയ്യാൻ പോണ വീഡിയോ ഒന്ന് ആലോചിക്കണോ. ഹാർഡ് കോർ എന്താ എന്ത് ടാസ്ക് ആണ്. കാരണം ഒരൊറ്റ വട്ട ചത്താൽ അത്രയും കളിച്ച് മൊത്തം പോകുന്നൊക്കെ പറഞ്ഞാണല്ലോ. പിന്നെ ഷുഗർ കെയിൻ ഇവിടെ ഉണ്ടാവുക ഈ പോയൻ്റെ പക്കത്തൊക്കെ അല്ലേ, അവിടെയൊക്കെ കയറി തപ്പിയൊക്കെ അത്യാവശ്യം ഷുഗർ കെയിൻ കിട്ടിക്കോളും. ഇങ്ങോട്ട് പേപ്പർ ഉണ്ടാക്കണമല്ലേ, അതിന് ലെതറും ആണല്ലേ. പോണ വയ്ക്കോലെ പശുക്കളെയും കണ്ടായിരിക്കും ഒന്നും ചെയ്യും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഇനി ഷുഗർ കെയിൻ തപ്പിയെടുക്കട്ടെ കേട്ടോ. ഇതാ അവിടെ ഷുഗർ കെയിൻ, ഇതാ അവിടെ ഒന്നുണ്ട്. നമുക്ക് കുറേ ഷുഗർ കെയിൻ വേണം. കാരണം വെച്ചാൽ എനിക്ക് എൻചൈൻ്റെ ഇതിൽ ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വട്ടം ഇങ്ങനെ കിട്ടാതെ വരും. 9 നമുക്കൊരു മിനിമം ഒരു 40-50 സംതിങ്ങിലും വേണ്ടിയിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ജസ്റ്റ് വെയിറ്റേ. മൈൻ ചെയ്യൽ പെട്ടെന്ന് കഴിയും. അതെന്താ വെച്ചാലോ, ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അതായത് മൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേവിൻ്റെ ഉള്ളിൽ തന്നെ പോയി മൈൻ ചെയ്യണം.
എന്നാലേ പെട്ടെന്ന് കിട്ടുള്ളൂ. ഡയമണ്ടൊക്കെ എത്ര ഇടുന്ന കിട്ടി, മറ്റ് മൈനസ് ലെവൽ -58 ആവണ വരെ കടന്ന് കുയിക്കേണ്ടി വരും. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യപ്പെട്ടില്ല. ഓക്കെ 18 ഷുഗർ കെയിൻ ഇവിടെയൊക്കെയുള്ളു. ഇതാ അവിടെ ഇങ്ങനെ തപ്പി പോയാൽ മതില്ലേ, ഇതിന് 60 ഉണ്ടാവില്ലേ. ഈ വില്ലേജസിൽ നിന്ന് ട്രേഡ് ചെയ്യണോ? വേണ്ട, ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയിട്ട് തന്നെ ട്രേഡ് ചെയ്യാം. ഒരു തേങ്ങയും തരില്ല. അല്ലെ സ്ട്രോങ് ഹാളിൽ ബുക്ക് ഷെൽഫ് ഉണ്ടാവില്ലേ, അങ്ങനെ ചെയ്താൽ മതിയോ? വേണ്ടല്ലേ, ഇവിടെ നിന്ന് ചെയ്ത് നോക്കല്ലേ. നമുക്ക് ഇങ്ങോട്ട് നമ്മളെ ഇത് എടുക്കാം, എൻചാൻറ്റിങ് ടേബിൾ നമ്മുടെ കയ്യിലെടുക്കാം. എന്തു പറയണേ, ഷുഗർ കെയിൻ ഇത് അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഈസി. അതെൻ്റെ ഓക്കെ, എൻ്റെ വില്ലേജിൻ്റെ ആ ഇതല്ലേ അവിടെ കാണുന്നത്. ഓക്കെ, വില്ലേജ് അവിടെ തന്നെ ഉണ്ട്. എടാ എനിക്ക് വന്ന വഴി ഞാൻ പെട്ടെന്ന് മറന്നു. ഐ മീൻ അങ്ങനെയല്ല, പിന്നെ കോർഡിനേറ്റ്സ് നോക്കി വരാൻ എനിക്കറിയില്ല. ഓക്കെ ഓക്കെ, അവിടെ ഒരു പശു കൊല്ല ലെതർ ആവശ്യം. ഓക്കെ, ലെതർ കിട്ടി. എത്ര ലെതർ? ഒന്നിനെ കൊന്ന ഒരു ലെതർ അല്ലേ? ഇത് മറ്റേ ലാമാസ് അല്ലേ? അതിനെ കൊന്നാലും മതി. ഇതെത്തടാ അത്, ലാമാസും ആടും തമ്മിലോ? ഓ ഇത് ഹൈബ്രിഡാണോ നിങ്ങളെ? ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്താ ഷുഗർ കെയിൻ അവിടെ. പത്ത് 18 19 40 43 ആയില്ലേ? എടാ എൻ്റെ വില്ലേജ് അവിടെ, എടാ എൻ്റെ വില്ലേജ് ഏത് ഭാഗത്ത്? അത് മറന്നു. എൻ്റെ വില്ലേജ് ഏത് ഭാഗത്ത്? ഈ ഭാഗത്തല്ലേ? ആണ് ഈ ഭാഗത്ത്. ടെൻഷൻ അടിക്കാനൊന്നുമില്ല, ഈ ഭാഗത്തിനല്ലേ? ഓക്കെ. എടാ ഈ കോർഡിനേറ്റ്സ് ഒക്കെ എങ്ങനെ പോകും എനിക്ക്? പക്ഷേ ഞാൻ കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ എപ്പോഴും ശരിയാവില്ല. ഞാൻ ഈ ഭാഗത്ത് പോകുമ്പോൾ അന്നെങ്കിൽ അവിടെ കൂടുക അല്ലെങ്കിൽ ഇവിടെ കൂടുക, അങ്ങനെ അലമ്പോ. ഈ ഷുഗർ കെയിൻ അവിടെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വില്ലേജ് ഇങ്ങനെ പോവാം. ഇവിടെ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കുന്നു, ബോ ഉണ്ടാക്കുന്നു. എന്നിട്ട് ബോനെ നമ്മൾ ഇൻഫിനിറ്റി പവർ 5 ഇൻഫിനിറ്റി അത് കിട്ടിയാൽ മോനെ സെറ്റാട്ടോ. നിങ്ങൾ ഈ സുധിയണ്ണൻ്റെ വീഡിയോ, സുധിയണ്ണൻ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൽ ബോക്ക് കൊടുത്തതൊക്കെ പവർ 5 പിന്നെ ഇൻഫിനിറ്റിയും. അതിന് കിട്ടുമോ നമുക്ക് നോക്കാം. എടാ എൻ്റെ വില്ലേജ് ഇവിടെ, അങ്ങനെ ഏത് വഴിയാ വന്ന്? ഓക്കെ ഇതാ അവിടെ. ഓക്കെ 48 ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അല്ലെ നമ്മളത്തെ ഇനി ഇതുണ്ടല്ലോ, ഗ്രീൻ സ്റ്റോൺ ഉണ്ടല്ലോ, അത് വെച്ചാൽ നമുക്ക് എൻചാൻറ്റ് ചെയ്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാറ്റാമല്ലോ. പക്ഷേ XP 40 ഉള്ളൂ, അത് നോക്കണം. അപ്പോൾ 2 3 4 5 നല്ലത് കിട്ടുള്ളൂ. ഭാഗ്യം പോലെ ഇരിക്കട്ടെ ഇനി. ഓക്കെ, ബോ ഉണ്ടാക്കാൻ മറ്റേ ഇത് വേണ്ടേ, സ്പൈഡറിനെ കൊന്നാണ്ട് അതിൻ്റെ സ്ലിങ് വേണ്ട, അതിൻ്റെ ആ ഒരു ചെലന്തി വല. എന്ത് ചെയ്യാൻ? ഓക്കെ, ഈ ഫുഡ് ആക്കിയിട്ട് വേണ്ടോ വിളിക്കുക, ഞാൻ വരാം. ഇവിടെ ഫുഡായോ? ഓക്കെ ഇതാ ക്യാരറ്റ് ആയത് ഫുള്ള് എടുക്കുക. ഓക്കെ, ഈ വില്ലേജിൽ കളിക്കാൻ തന്നെ പകുതി ഭാരം കുറഞ്ഞു. ഇവന്ന് ട്രേഡ് ചെയ്ത് നോക്കിയാലോ, എന്തെങ്കിലും കിട്ടുമോ? സ്റ്റേറ്റ് അവിടെ നിന്ന് ട്രേഡ് ചെയ്തില്ല, ഇത് വരാത്തൊക്കെ. അത് വന്നപ്പോൾ പോയപ്പോൾ തന്നെ പോയി. സ്റ്റേറ്റ് ഓക്കെ, ട്രേഡ്. എന്താ അതൊക്കെ? 22 ക്യാരറ്റ് കൊടുത്താ ഒരു എമറാൾഡോ? കളക്കളവ. എൻ്റെ എപ്പാ കൊണ്ടുപോയി കൊടുക്കണം. 26 ക്യാരറ്റ് കൊടുത്താലോ ഒരു എമറാൾഡ്. ഓക്കെ ഇതാ. ഇനി നമുക്ക് എൻചാൻറ്റിങ് ടേബിളൊക്കെ ഉണ്ടാക്കണ്ട. ഇവിടെ ഉണ്ടാക്കാം. ജസ്റ്റ് നീ വകന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ആദ്യം ബുക്ക് ഷെൽഫ് ഉണ്ടാക്കണം, എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കണം. വാ ആദ്യം ഡയമണ്ട്. ഇനി ഒബ്സീഡിയൻ വേണ്ടേ? ഒബ്സീഡിയൻ ഉണ്ടെങ്കിൽ അല്ലേ മറ്റേ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. ഐ മീൻ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നോക്കട്ടെ കേട്ടോ. ഡയമണ്ട് വേണമെന്ന് വെച്ചറിയാം. എൻ്റെ കയ്യിൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. ജസ്റ്റ് വെയിറ്റ്.
ആദ്യം എടുക്കേണ്ട സാധനമല്ല അത്. ഇനി എന്താ ഇനി പേരെന്തിന്? എൻചാൻറ്റിങ്. ഓക്കെ, 2 ഡയമണ്ട്, 4 ഒബ്സീഡിയന്, 1 ബുക്ക്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഇനിയിപ്പോൾ ലാവ തപ്പി നടക്കണം. ജസ്റ്റ് വെയിറ്റ്. നമ്മളിവിടെ ലാവ ഉണ്ടല്ലോ, ഓർക്കുണ്ടോ? ഞാൻ പറഞ്ഞു മറക്കല, എവിടെ ലാവ ഉണ്ട്, ആവശ്യമില്ല പറഞ്ഞു. അപ്പോൾ മനസ്സിലായി എന്തിനാണ്. ശരിക്കും എൻ്റെ കളി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഡ്രാഗനെ കൊല്ലാൻ കഴിയുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, 2 ഉണ്ടല്ലേ സ്റ്റേറ്റ്. എത്ര ഉണ്ട്? ഒറ്റൊന്നുള്ളൂ. 2 ഉണ്ട്. ഓക്കെ, അതടക്കട്ടെ. ഓക്കെ, 2 ഉണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒബ്സിഡിയൻ ആക്കലത്. 1. ഓക്കെ, 2 ഉണ്ട്. എത്ര വേണം? 4 വേണ്ട. ജസ്റ്റ് വെയിറ്റ്. ഒബ്സിഡിയൻ ഡയമണ്ട് പിക്കാക്സ് കൊണ്ട് കിട്ടാൻ തന്നെ ഭയങ്കര ഇടങ്ങാറാ. ഞാൻ പിന്നെ പണ്ട് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ എൻ്റെ ലാപ്പിസ് ഉണ്ടല്ലോ, അതാണ് ഡയമണ്ടിന് കണ്ട് കുറേ ലാപ്പിസ് എടുത്ത് ഗവൺമെൻറ്. എന്ത് ചെയ്യാൻ? ജസ്റ്റ് വെയിറ്റ്. അതിന് നമുക്ക് നൈറ്റായി പെട്ടെന്ന് പോയി സ്ലീപ്പ് ചെയ്യാം. സേഫല്ല. എനിക്ക് സോംബീസായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് തീരെ അത്യാവശ്യം ഒരു ക്രീപ്പർ ഏത് സൈഡിൽ കൂടെ വരുന്നത് കൂടി മനസ്സിലാവില്ല. പെട്ടെന്ന് വരുന്നു, അവിടെ പൊട്ടുന്നു. ഓക്കെ, നൈറ്റ് ആയില്ലേ? കിടന്നുറങ്ങി. യു ക്യാൻ ഓൺലി സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഓക്കെ, നൈറ്റ് ആവാനായിട്ടുള്ളേ. എന്താ രസമല്ലേ എടാ ഇത്. ഈ ഗെയിമൊക്കെ ആരുടെ ഉണ്ടാക്കിയ? ഈ ഗ്രാഫിക്സ് ഒക്കെ ആ സൂര്യൻ്റെ ഒക്കെ നമ്മൾ വൈകുന്നേരം സമയത്ത് കറക്റ്റ് ഒരു ഓറഞ്ച് ഒരു സ്കൈ ഉണ്ടാവുമല്ലോ, അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഓ, സൂര്യൻ അടിക്ക് താവണതും മൂള് വിടുന്നുണ്ട്. 2 മിനിറ്റ് കൂടെ കറക്റ്റ് കണ്ടില്ലേ? ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു ബെഡ്? ആവശ്യമില്ല. നൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി കിടക്കാം. സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിത്തെ ഈ ഒരു വീഡിയോത്തെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വീഡിയോ റെക്കോർഡിങ്ങിനല്ലേ? ആണ്. ഓക്കെ, ഇനിയിപ്പോൾ 2 ഒബ്സിഡിയൻ മാഡമാണല്ലേ? തപ്പി നോക്കാം. ഇനിയിപ്പോൾ ലാവ അവിടെ പോയി കണ്ടുപിടിക്കാനാ. ഇതിനെ കൊല്ലാം. കാരണം എന്താ വെച്ചാൽ ഇത് കിട്ടിക്കോളൂ. വല്ല കേവോ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പോയാൽ നമുക്ക് ലാഭ കിട്ടും. നമ്മൾ നേരത്തെ ഈ ഭാഗത്തു നിന്നല്ല നമ്മൾ കേവിക്ക് പോയത്. ഈ ഭാഗത്ത് പോയാൽ ഇപ്പോൾ ലാഭ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ച് വുഡ് എടുക്കട്ടെ ജസ്റ്റ് ആയിട്ട്. ഓക്കെ, ഓ ഇത് മറ്റേ ഇതല്ല, നെതർ പോർട്ടലിൻ്റെ സംഭവമാണല്ലോ. ഇവിടെ ലാഭം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. ഓ ഉണ്ട്. അൽഹംദുലില്ലാഹ്. ജസ്റ്റ് ഓക്കെ, 1 2. ഓക്കെ, ഷെൽഫ് ഉണ്ടാക്കാനല്ലേ ലാവായി ഇതായിട്ടുണ്ട്. ഇതിന് ചെസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോക്കല്ലേ? ഓ ഗോൾഡൻ ആപ്പിൾ. ഓക്കെ, ഈ ഗോൾഡൻ ആപ്പിൾ കഴിച്ചാൽ ഉപകാരം വെച്ചാൽ നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു ഇത് കൂടൂലേ? ജസ്റ്റ് വെയിറ്റ്. ഞാൻ ആദ്യം ബ്രെഡ് കഴിച്ചോളൂ കേട്ടോ. ഹെൽത്തിൻ്റെ എന്തെങ്കിലും കൂടുണ്ടോ കേട്ടോ? അങ്ങനെയാണ് ഞാൻ ഡ്രാഗനെ കൊല്ലാം ഉള്ള സമയത്ത് ഒന്നും പാടെ യൂസ് ആവുക. ഓ കണ്ടോ, 2 ഹെൽത്ത് എക്സ്ട്രാ കിട്ടി. യോ മാൻ. ഓ കണ്ടോ, ഒരു ഷീൽഡിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട് നിങ്ങൾ. ഞാൻ ഈ വീഡിയോ 16:9 അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ സ്ക്രീൻ കിട്ടുമെന്നില്ല എനിക്ക് ഡൗട്ടാണ്. ഇനി ആദ്യം വേണ്ടി ഒബ്സിഡിയൻ അല്ലേ? ഓക്കെ, എൻ്റെ വില്ലേജ് അവിടെ. ഓ ഹൈറ്റുള്ള സാധനം അവിടെ. അങ്ങോട്ട് പോയാൽ കേട്ടോ. എന്നിട്ട് 2 ഒബ്സിഡിയൻ പാട് ഉണ്ടാക്കിയാണ്ട് നമുക്ക് എൻചാന്റിങ് ടേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പശുവിനൊക്കെ വന്ന് കൊല്ല. ലെതർ ആവശ്യം. ബുക്ക് ഉണ്ടാക്കാൻ ലെതർ വേണ്ടേ? പിന്നെ XP കൂട്ടണം. കണ്ടോ, ഈ XP എന്ന സാധനം മനസ്സിലായില്ലേ? ഈ ഒരു പച്ച കളറി മൃഗങ്ങളെ പോലും ആ ചെറിയൊരു ബൗൾസ് പോലെ നിൽക്കുന്നതാണല്ലോ അത്. എന്താ ഒരു നീല കളർ? ഓ ഇതാ മറ്റേ ആപ്പിൾ കഴിച്ചുകൊണ്ടേക്കാരല്ലേ?
ഓക്കെ ഇനിയിപ്പോൾ ഡയമണ്ട് 5 ഉണ്ട്. ഓ ഇനി ഈ ലാവ് എടുത്താണ്ട് ഒബ്സിഡിയൻ ആക്കട്ടെ ജസ്റ്റ് ആയിട്ട്. ഇവിടെ ഇടാം ഇവിടെ ഇടാം ഇവിടെ ഇടാം. Here we go. അതാ വീട് കത്തൂരേനി, കാരണം വീട് ഫുൾ വുഡാ. ഒബ്സിഡിയൻ 1 2. ഓക്കെ ഇപ്പം 4 ഒബ്സിഡിയൻ ആയിട്ടുണ്ട്. ഇത് ഓക്കെ ഓക്കെ. എൻചാൻറ്റിങ് ടേബിൾ ഇനിയിപ്പോൾ ബുക്കിലെ ബുക്കും സെർച്ച് ചെയ്തോ കേട്ടോ. ബുക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ എന്താ ലെതറിൻ്റെ കയ്യിലുണ്ടല്ലോ. പേപ്പർ ഓക്കെ. അപ്പോൾ ഷുഗർ കെയിൻ പേപ്പർ ആക്കണം. പേപ്പർ ഓക്കെ 48 ഓക്കെ. അത്യാവശ്യം അനുസരിച്ച് എടുത്തില്ലേ ഷുഗർ കെയിൻ. ഇതൊന്നും തികയില്ലാന്ന് തോന്നുന്നു, കുറച്ചും കൂടെ അല്പം വേണ്ടി വരും കേട്ടോ. ഓക്കെ ഇനിയിപ്പോൾ എന്താ എൻചാൻറ്റിങ് ബുക്ക് ഓക്കെ 9 ബുക്ക് ആക്കടാ. ഇതിൽ കുറച്ച് ലെതറുണ്ട് ആകും പാടെ കേട്ടോ. 34 ഓക്കെ 1 2. ഈ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കണം വേണ്ടി ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടാക്കാൻ എത്ര ആവശ്യമല്ലേ. ഈ ഷുഗർ കെയിനൊക്കെ തികയോ? ഒരിക്കലും ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. ഞാൻ ഇല്ലത് വെച്ചാണ്ടില്ല എൻചാൻറ്റ് ചെയ്തായിട്ട് വെച്ചാണ്ട് പോവുക സ്ഥലം അത്രേ. കുറച്ച് സ്കെൽട്ടണിങ് കൊല്ലുക. പിന്നെ ഈ ഇതെങ്ങനെ ഉണ്ടാക്കുക, ഐ മീൻ ഈ ഏരോ. ഓക്കെ ഇപ്പോൾ ബുക്കായി. ഇനിയിപ്പോൾ എന്താ വേണ്ടി? ഓക്കെ ഇനി എൻചാൻറ്റിങ് ടേബിൾ ഓക്കെ അങ്ങനെ എൻചാൻറ്റിങ് ടേബിളായി. ഓക്കെ ശരി, ഞാൻ കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അതായത് അതിൻ്റെ ഇടയ്ക്ക് സ്ക്രീൻ റെക്കോർഡ് ഓഫായി പോയി. ഓക്കെ ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്, നല്ല മഴയാണ് പുറത്ത്. ഓക്കെ ജസ്റ്റ് ഇനി നമുക്കൊന്ന് സ്ലീപ്പ് ചെയ്തിട്ട് ഞാൻ പറയാം. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ ഇനി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ആൻവിൽ ഉണ്ടാക്കണം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കി. ഇനി നമുക്ക് വേണ്ടത് ആൻവിലാണ്. ആൻവിൽ ഉണ്ടാക്കാൻ നമുക്ക് എത്ര അയൺ വേണമെന്നറിയോ? നമ്മുടെ കയ്യിലിപ്പോൾ എത്ര അയണുണ്ട്? 22 അയൺ. ആൻവിൽ ഉണ്ടാക്കാൻ നമുക്ക് മൊത്തം ഞാൻ സെർച്ച് ചെയ്ത് കേട്ടോ. ആൻവിൽ ഒന്ന് സെർച്ച് ചെയ്ത് കേട്ടോ. ആൻവിൽ ഓക്കെ അതൊക്കെ ഇവിടെ വന്നല്ലോ. ആൻവിൽ ഓക്കെ. ആൻവിൽ ഉണ്ടാക്കാൻ 3 3 6 9 27 28 29 30 31 അയൺ വേണം. നമ്മളത്തെ കയ്യിൽ ഇപ്പോൾ 22 ഉള്ളൂ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിലല്ലോ. ഓക്കെ നമുക്കെൻ്റെ കഴിഞ്ഞ് കുറച്ച് അയൺ പാട് ആവശ്യമുണ്ടല്ലോ. അത് നമുക്ക് ഇവിടെ അടുത്തുള്ള കേവ് തന്നെ പോയി അന്വേഷിക്കാം. ഓക്കെ ഇവിടെ ഒരു കേവ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അയൺ അന്വേഷിച്ചാൽ കുറച്ച് പെട്ടെന്ന് കിട്ടിക്കോളും. ഓക്കെ ഇതാ അവിടെ ഉണ്ട്. ഓക്കെ ദെൻ ഇവിടെ എല്ലാം അയൺ എടുത്താൽ അത്യാവശ്യം കിട്ടുമെന്ന് തോന്നുന്നു. അതുള്ളത് വെച്ചാണ് നമുക്ക് നോക്കാം. 22ൻ്റെ ഒപ്പം കൂട്ടി കേട്ടോ ഇനി ഉണ്ടാക്കാൻ അയൺ. ഓക്കെ ഓ സ്റ്റേറ്റ് അയൺ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇറങ്ങിപ്പോയി നോക്കാം. ഓ ക്രീപ്പർ അല്ലത്. സ്റ്റേറ്റ് ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇവിടെ വീട് റെക്കോർഡിങ് ആണല്ലേ. ഓക്കെ യെസ് ഓ അവിടെ ആണ് അയണതാ. ഓക്കെ ക്രീപ്പർ കയറി വരുന്നുണ്ട്. അതിൻ്റെ കുഞ്ഞ് പെട്ടെന്ന് എടുത്തു പോകാം കേട്ടോ. അത്യാവശ്യം ഉണ്ടല്ലോടാ. ഓക്കെ ഇനിയിപ്പോൾ എല്ലാം അയണിൻ്റെ ഒപ്പം ഈ അയണ് കൂട്ടെ, ഐ മീൻ 22ൻ്റെ കൂടെ കൂട്ടണം. ഓ അവിടെ അയൺ എവിടെയോ കണ്ടല്ലേ ഞാൻ. അവിടെ കണ്ടോ. ഇതാണ് ഈ എക്സ്പീരിയൻസ് മേക്സ് പെർഫെക്റ്റ് അല്ലേ. അത്രേ ഉള്ളൂ. ജസ്റ്റ് വെയിറ്റ്. ഇതൊക്കെ എങ്ങനെ ഒന്ന് കയറും? ഒരു ടോർച്ച് എടുത്താ. ഓക്കെ ഇതാ അവിടെ അയൺ.
ഓക്കെ ഈ അയൺ മാത്രം എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളതിൽ എത്ര അയണായി? 12. അതായത് 22 + 12 32 അല്ലേ? നമുക്ക് നോക്കേ ജസ്റ്റ് ചെയ്തേ. 22 10 കിട്ടി. 32 34 അപ്പോൾ അത് മതി. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് ഈ കിട്ടിയാലും കൊണ്ട് നേരെ തിരിച്ചോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് 64 വേണം കേട്ടോ. ഇപ്പോൾ കണ്ടോ മേലെ കയറണം. ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ തന്നെ കയറണം. ഞാൻ ബക്കറ്റ് ഓഫ് വാട്ടർ എടുത്തില്ല. അവിടുത്തെ ശേഷം വെള്ളം എടുത്തിട്ട് കയറിയാൽ പോരെ. ശരി, ഓക്കെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയത്. ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആൻവിൽ ചെയ്ത് നമുക്ക് എൻചാൻറ്റിങ് ടേബിൾ വെച്ച് ചെയ്യാനല്ലായി. ഇതൊരു കഷ്ടപ്പാടൊക്കെ. ഒരു രൂപ മൈൻക്രാഫ്റ്റ് കളിക്കണം എന്തൊരു ഇടങ്ങാറൊക്കെയാ. ഇന്ന് മേലെ കയറാൻ വരെ വയ്യ. ഓക്കെ, ഇത് ഇപ്പോൾ അത്യാവശ്യം അയണായി. ഇനി നമുക്ക് ആൻവിൽ ഉണ്ടാക്കാം. ലെതർ ആവശ്യം. എടാ അതിൻ്റെ ഒരു ഓർമ്മ പ്രകാരം ശരിയാണെന്നുണ്ടല്ലോ. ഞാൻ ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ചെസ്റ്റിൽ അത്യാവശ്യം ആരോയും കാര്യങ്ങളൊക്കെ ഉണ്ടേന്. പക്ഷെ അത് എവിടെ വെച്ചത് എനിക്ക് നോ ഐഡിയ. ഞാൻ ഈ വീട്ടിൽ തന്നെ എവിടെയാണ് വെച്ചത്. എനിക്ക് തോന്നുന്നു ഞാൻ മേലത്തെ റൂഫിൽ എവിടെ ഇട്ടാണ് വെച്ചത് തോന്നുന്നത്. ഞാൻ ശരിക്കും ഓർക്കണില്ല എവിടെയാണെന്നില്ല. ഓക്കെ, 34. അപ്പോൾ കണക്ക് പഠിച്ചു ശരി തന്നെ. പിന്നെ എങ്ങനെയാടാ ഞാൻ +2 പോത്തോ മാത്സ് ആൻവിൽ. ഓക്കെ, അതിനെന്താ വേണ്ടി? ബ്ലോക്ക് ഓഫ് അയൺ അല്ലേ വേണ്ടത്? ആൻവിൽ ബ്ലോക്ക് ഓഫ് അയൺ. സ്റ്റേറ്റ് ബ്ലോക്ക് ഓഫ്. എന്താ വരാത്ത അയൺ? 9. ആദ്യം ഫർണസ് ഉണ്ടാക്കട്ടെ. ജസ്റ്റ് വെയിറ്റ്. ഫർണസ് കോബിൾ സ്റ്റോൺ കൂടി കയ്യിലില്ലേ? വല്ലാത്ത കഷ്ടം തന്നെ. ജസ്റ്റ് എടുത്താ. ഓക്കെ, ഒരു ഫർണസ് എടുത്തു. ഇനിയിപ്പോൾ കോളൊക്കെ എൻ്റെ കയ്യിലുണ്ടോ? ജസ്റ്റ് വെയിറ്റ്. മീറ്റിംഗ് കൂടെ. ഓക്കെ. എടാ ഞാനിത് ആ ഒരു ചെസ്റ്റ് എവിടെയാണെന്നുള്ളത് എനിക്ക് ശരിക്കും ഓർമ്മയിട്ടില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ. ജസ്റ്റ് വെയിറ്റ്. ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഈ റൂഫിൻ്റെ മേലെ കൂടെ ഒന്ന് പോയി നോക്കട്ടെ. ഞാൻ എവിടെയാണ് വെച്ച് നോക്കട്ടെ. അതിൽ അത്യാവശ്യം കോളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടേനി. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടത് ഞാൻ ചില കാര്യങ്ങൾ ചെയ്ത് നോക്കലുണ്ട് ഓൾറെഡി. അതിൽ പെട്ടത് ഇനി ഈ ഒരു കാര്യം. പക്ഷെ അത് ഞാനിപ്പോൾ ഈ വീടിൻ്റെ എവിടെയാണ് വെച്ച് ഞാൻ ശരിയായിട്ട് ഓർക്കണില്ല. ഈ സൈഡ് ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അതെ ഇവിടെ. ഓക്കെ, ഞാൻ അത് എവിടെയാണ് ഇവിടെ വെച്ചത് എനിക്ക് ശരിക്കും ഓർമ്മയിട്ടില്ല ബ്രോ. എവിടെ ഇവിടെ ഒരു ചെസ്റ്റേ വെച്ചിനി. പക്ഷെ അത് എവിടെയാന്ന് ഞാൻ ഓർക്കണില്ല. ഈ ഗ്യാപ്പിൽ എവിടെയെങ്കിലും വെച്ചോ ബ്രദർ? എവിടെയാണ്? അതവിടെ കണ്ടോ? ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ ഒരു ചെസ്റ്റ് ഓടുക വെച്ചിന്. പക്ഷെ ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നു. ഓക്കെ, കണ്ടോ? 8 അയണ്, 32 കോള്, 32 ഏരോ, ലെതറും കിട്ടി. ഇതൊക്കെ ഞാൻ അതിൽ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഇവിടെ വെച്ചത് കുറേ നേരമായിട്ട് മറന്ന്. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ എന്തൊക്കെയാ? ഇല്ല ബ്രെഡും പാടെ കയ്യിൽ കേട്ടോ. ജസ്റ്റ് ഇട്ട്. ഓക്കെ, ഇനി നമുക്ക് ഫർണസ് വെച്ചാണ്ട് അയണ് മെൽറ്റ് ചെയ്യാം. കോൾഡായിട്ട് പെട്ടെന്ന് അയണ് മെൽറ്റ് ആയി കിട്ടുള്ളൂ. ഇല്ലത് മൊത്തം എടുത്തോ. നമുക്ക് എയറോൻ്റെ ആവശ്യം ഇനിയുണ്ട്. 32 35 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ 35 ധാരാളം. നമ്മൾക്ക് അയൺ സോഡ് ഉണ്ടല്ലോ. ഡ്രാഗൺ റെസ്റ്റിൽ നിൽക്കുന്ന ടൈമിൽ ഒന്ന് അടിച്ചിട്ടാലും മതി. ഇനിയിപ്പോൾ അയൺ മെൽറ്റ് ചെയ്യണതൊക്കെ കട്ട് ചെയ്ത് കാണിച്ചു തരണോ? വേണ്ട നിങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടോ? അതല്ലേ. അപ്പോൾ ഇത്രയും നേരം നമുക്ക് എന്ത് ചെയ്യും? ഫുഡ് ഉണ്ടാക്കാൻ പോകണം. അതിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ആദ്യം നമ്മൾ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി നമ്മൾ പോവുക. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വേണം ഇനി നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ ബക്കറ്റ് അതാവശ്യമുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് 64 വേണം. അത് നമുക്ക് ഇതെടുക്കാം. ഡീപ്പ് സ്ലൈറ്റും ഉണ്ട്. ഇതും എടുത്തോ.
ഇനി ഈ വുഡ് മൊത്തം ഓപ്ലാങ്സ് മൊത്തം ഇവിടെ എടുക്കണ ആവശ്യമുണ്ട് അത്യാവശ്യം. പിന്നെ ഫ്ലിൻ്റ് ആവശ്യമാണ്. പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ ആവശ്യം? ടോർച്ചില്ല ഫുൾ എടുക്കല്ലേ, 64 ഉണ്ടായിക്കോട്ടെ. ഈ ഫെദറൊക്കെ വെച്ചാണ് നമുക്ക് അത്യാവശ്യത്തിന് ഇനിയൊരു ബോ ഉണ്ടാക്കണം അല്ലേ? അതിന് നൈറ്റ് ആവട്ടെ കേട്ടോ. നൈറ്റ് ആയിട്ട് നമുക്കൊരു ബോ ഉണ്ടാക്കണം. കാരണം എന്നാലേ നമുക്ക് 2 സ്പൈഡറിനെ കൊന്നാൽ തന്നെ ബോ കിട്ടും. കാരണം ഓൾറെഡി നമ്മളടുത്ത് ഒന്നുണ്ട്, അത് കയ്യിലിട്ട് 2 ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി ഒന്നിൻ്റെ പാട് ആവശ്യമുള്ളൂ. ബോ ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണം? ജസ്റ്റ് ആയിട്ട് ബോ 1 2 3 ഓക്കെ. അപ്പോൾ ഒരു സ്പൈഡറിന് പാടെ കിട്ടിയാൽ നമുക്ക് പോവാം. ലാപ്പീസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, ലാപ്പീസും കയ്യിലെടുക്കണം. നമ്മളിനി പോകുമ്പോൾ ലാപ്പീസ് ആവശ്യമാണ്, ഫെൻഡർ ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ഏരോ ഇനിയും ഉണ്ട് 19. ഓക്കെ 54 ഏരോ. ഇനിയിപ്പോൾ ഏരോൻ്റെ ആവശ്യമില്ലല്ലോ. ഗ്രീൻ സ്റ്റോൺ വളരെ അത്യാവശ്യം, ഒരു ബെഡ് മതി. ഓക്കെ ഗ്രീൻ സ്റ്റോൺ അത്യാവശ്യം, ഇനി അതും കിട്ടി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇത് ഇനിയും ആണോ? ഇനിയിപ്പോൾ ഈ കാണുന്ന ഫെദർ എടുക്കണം. എടുക്കുക, ഈ ഒരു ഓംപ്ലാങ് സാർ എടുക്കുക. ഓക്കെ ഫെദർ, ഇത്രയും കാര്യങ്ങൾ മതി. ഇനി ബുക്ക് ബുക്ക് എടുത്ത് കൊണ്ടുപോകാം. ഓക്കെ ഇത് 3. ഓക്കെ ഇനി നമ്മൾ ഡ്രാഗണെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അതിന് ആദ്യം നമുക്ക് സ്ട്രോങ് ഹോൾ പോകണം. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. ഈ മെൽറ്റ് ആവണേ ഞാൻ വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഭയങ്കര ബോറിങ് കാര്യം, ഇതിങ്ങനെ മെൽറ്റ് ചെയ്യണോ ഫുള്ള് കാട്ടി തരുമ്പോൾ. ഓക്കെ ഇനിയിപ്പോൾ ആൻവിലും പാടെ എടുക്കണം. ഈ സമയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, നമുക്ക് പുറത്ത് വെച്ച് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം. ഈ ഫുഡൊക്കെ ഇനി റോ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി അത്യാവശ്യത്തിന് ഫുഡ് ആയിരിക്കും. ഇത്രയൊക്കെ ഫുഡിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാവുള്ളൂ. നമ്മുടെ എക്സ്പി ആണെങ്കിൽ 40. ഇപ്പം 40 തികയോന്നാണ് എൻ്റെ പേടി. കാരണം എന്നാൽ തന്നെ എൻജോയ് ചെയ്ത നല്ല ബുക്കുകളൊന്നും കിട്ടൂല. ഈ 40 തന്നെ ഞാൻ ഈ വീട്ടിൽ എത്ര ദിവസം കളിച്ചിട്ടായതാണ്. ഇത് വളരെ പെട്ടെന്നാവുള്ളൂ ഈ എക്സ്പി തന്നെ സംഭവം. 19. ഓക്കെ കുറച്ച് സാധനങ്ങളല്ലേ ഇൻവെൻറ്ററിയിൽ നിന്ന് കളയാണ്ട്, കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയാണ്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫുഡ് ഇതൊക്കെയാണ്, ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ്. ഇത്രയും ഫുഡ് ഐറ്റംസ് ധാരാളം തന്നെ ഉണ്ട്. ക്യാരറ്റും ഉണ്ട്. ഓക്കെ ഇനിയിപ്പോൾ നൈറ്റ് ചെയ്യാമെന്ന് വെയിറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ നൈറ്റ് ആയിട്ട് വേണം നമുക്ക് സ്പൈഡറിനെ വന്നിട്ട് ബോ ഉണ്ടാക്കണം. എത്ര 22. ജസ്റ്റ് വെയിറ്റ്. നൈറ്റായിട്ട് നമുക്ക് ഒരു സ്പൈഡറിനെ കൊന്നു വരുമ്പോഴത്തേന് അതായിക്കോളും. അല്ല അത് കട്ട് ചെയ്യണ്ട, ഞാൻ പറഞ്ഞല്ല കട്ട് ചെയ്യണില്ല എന്നുള്ളത്. മറ്റേത് എൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഓഫായി പോയതാണ്. ഇനിയിപ്പോൾ ഒരു സ്പൈഡറിന് ആവശ്യമുണ്ട്. ഓക്കെ ഒന്നിന് കിട്ടിയാൽ മതി. കണ്ടോട്ടോ ഈ തെരഞ്ഞു നടക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയത്ത് ഇനി അതിനെ കാണുകയില്ല കേട്ടോ. ലെതർ ആവശ്യമുണ്ടാവും, ചെന്നിട്ടെടുക്കുക. പിന്നെ നമുക്ക് എൻചാൻറ്റ് ചെയ്തിട്ടുള്ള ബുക്ക് ഉണ്ടാക്കണം നമുക്കുണ്ടല്ലോ. ആ പരിപാടി നമുക്ക് സ്ട്രോങ് ഹാളിൽ നിന്ന് ചെയ്യാം. കാരണം സ്ട്രോങ് ഹാളിൽ നിൽക്കാറില്ല, ഒരു പ്രത്യേക റൂമിൽ നിറച്ച് എൻചാൻറ്റ് ചെയ്തിട്ടുള്ള ബുക്ക് മറ്റേ ബുക്ക് ഷെൽഫ് കയറും. അപ്പോൾ അവിടുന്ന് ബുക്ക് ഷെൽഫ് എടുത്ത് ഉണ്ടാക്കിയാലുള്ള ഉപകാരം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ? പിന്നെ നമുക്ക് അവിടുന്ന് അൺലിമിറ്റഡ് ആയിട്ട് ബുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ എളുപ്പമായി. അപ്പോൾ സ്ട്രോങ് ഹാളിൽ തന്നെ എൻചാൻറ്റ് ചെയ്യുക, അതാണ് നല്ലത്. ഇനിയിപ്പോൾ 2 സ്പൈഡറില്ലേ? ക്രീപ്പറല്ല നിൽക്കണേ, ക്രീപ്പറിനായിട്ട് ഫൈറ്റ് ചെയ്യണം. ഓക്കെ ക്രീപ്പറിൻ്റെ അടുത്ത് പോവുക, ബാക്ക് പോവുക, അങ്ങനെ ചെയ്താൽ മതി. ഒരു സ്പൈഡറിൽ ഓക്കെ നമ്മുടെ ടാർഗറ്റ്. ജസ്റ്റ് വെയിറ്റ്. 3 2 1 ഓക്കെ കൊന്നു. അത് ചിലന്തി. ഓക്കെ അത് യെസ് തന്നു. ഓക്കെ ആയി, അത്യാവശ്യമില്ല. ഇനിയിപ്പോൾ നേരെ പോകുന്നു. നൈറ്റ് പുറത്തിറങ്ങിയിരിക്കണ ഭയങ്കര സീനാട്ടോ. ഓക്കെ നൈറ്റ് പുറത്തിറങ്ങി എടുക്കാനല്ലേ. ക്രീപ്പർ പോലൊക്കെ ഒന്ന് ഏത് ചെയ്യുന്ന പൊട്ടൊന്നും കൂടി വരാൻ പറ്റില്ല. ഇപ്പോഴാണ് കീപ്പ് ഇൻവെൻറ്ററി ഓണാണ്. കണ്ടോ കീപ്പ് ഇൻവെൻറ്ററി ഓഫ് ആട്ടോ. ഇനി പ്രത്യേക പ്രൂഫായിട്ട് കാട്ടിത്തരാം. അതാ കണ്ടോ കീപ്പ് ഇൻവെൻറ്ററി ഇവിടെ. കീപ്പ് ഇൻവെൻറ്ററി ആണ്. സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നേരത്തെ ഓഫ് ആക്കിയതാണ്. ഞാൻ ഒരു വട്ടം കൂടെ ചെക്ക് ചെയ്താണ്. ഞാൻ ഓഫ് ആക്കണോ ഡേ ലൈറ്റ് അല്ല, കീപ്പ് ഇൻവെൻറ്ററി ഓഫ് ആട്ടോ. കണ്ടോ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞ് ആരും കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ ഇപ്പോൾ എത്ര ആയാണ്? 32. ജസ്റ്റ് ഇനി ആനുവൽ എടുക്കാം കേട്ടോ.
എന്താണ് ബ്ലോക്ക് ഓഫ് അയൺ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടല്ലോ? ആവശ്യമില്ലാത്ത ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഓക്കെ, 21 ഇതിന് ആവശ്യമില്ല. ബ്ലോക്ക് ഓഫ് അയൺ 1 2 3. ഇനി നമുക്ക് ആൻവിൽ ഉണ്ടാക്കാം. ആൻവിൽ ഓക്കെ, ഇത് ആൻവിൽ. അങ്ങനെ ആൻവില്ലായി. എൻചാൻ്റ് ചെയ്യാൻ എല്ലാ സംഭവങ്ങളും എല്ലാം കറക്റ്റായി. വെപ്പൺസ് ഫുള്ള്, ഫുഡായി. ഇനി എൻചാൻ്റ് ചെയ്യാനുള്ള ബുക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഓൾ സെറ്റ്. ഇനി നമുക്ക് പോവാം ഡ്രാഗനെ കൊല്ലാനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഇതിൻ്റെ എന്തെങ്കിലും ചെസ്റ്റിൻ്റെ എന്തെങ്കിലും ഹെൽത്ത് അതും കറക്റ്റാണ്. എല്ലാം ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓക്കെ 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 എല്ലാം ഓക്കെ. ഇനി പോയിട്ട് ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് മട എടുക്കണം കേട്ടോ. ഈ കോൾ നമുക്ക് നമ്മളെ കയ്യിലെടുക്കാം. അതിന് നേരം ഇനി ബോ ഉണ്ടാക്കാം കേട്ടോ. ജസ്റ്റ് വെയിറ്റ്, ബോ ഉണ്ടാക്കട്ടെ. ബോ 3 സ്റ്റിക്കോ ഇതാ പിടിച്ചോ. സ്റ്റിക്ക് 1 2 3 4 5 6 7 8 ഓക്കെ, സ്റ്റിക്കായി. ഇനിയിപ്പോൾ എന്താ വേണ്ടി? ബോ ഓക്കെ, ബോയുമായി. എന്തപ്പോൾ കളയത്? നമുക്കിത് കളയാം. ഇതിൻ്റെ ആവശ്യമില്ല. മഡിൻ്റെ ആവശ്യമില്ല, ഡെർട്ടിൻ്റെ ആവശ്യം ഇനിയിപ്പോൾ അല്ല. പക്ഷെ അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും എടുത്തും ചെയ്തു. അപ്പോൾ ഉണ്ടാടങ്ങാൻ ജസ്റ്റ് ഇട്ട് എന്താ അതിൻ്റെ ഇത് കളയാം. ഫുള്ള് ആവശ്യമില്ല, അതാണ് പ്രശ്നം. ഇത്ര ആവശ്യമുള്ളൂ, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ ബോയായി, ഏരോ ആയി, ഫുഡായി, വെപ്പൺസായി, ആൻവില്ലായി, XP ആയി, ലാപ്പിസായി, ലെതറും ഉണ്ട് കയ്യിൽ. പോവല്ലേ നമുക്കെന്നാൽ ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും. ഓക്കെ, ഈ കോളുമ്പാടെ കയ്യിലെടുക്കണം. ഇതിന് പകരം ഇനിയിപ്പോൾ എന്ത് കളയും ഇതിന്? സ്ലിങ്ങിൻ്റെ ആവശ്യമില്ല, സ്ലിങ് പോട്ടെ. കോളവിടെ ഇടല്ലേ? ജസ്റ്റ് ആയിട്ടേ ഈ സ്ലിങ് ഇവിടെ കട്ടെ. കോള് വാ. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് നമ്മളെ പരിപാടി. നമ്മൾ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞോ? ഫുൾ ചെക്ക് ചെയ്തിട്ടോ. നമ്മൾ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ, ഓൾ ക്ലിയർ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? വാ നമുക്ക് തീർച്ച വാ. ഓക്കെ, സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ്. ഇനിയാണ് നമ്മൾ ഫെൻഡർ കയ്യിൽ പിടിക്കേണ്ടത്. ഓക്കെ, ഫെൻഡർ. ഇനി നമ്മൾ ഡയറക്ഷൻ നോക്കുന്നു, സ്ട്രോങ് ഹോൾ പോകുന്നു. ജസ്റ്റ് വെയിറ്റേ, ഇവിടെ നിട്ടോക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് അവളുടെ ഡയറക്ഷൻ കേട്ടോ. അപ്പോൾ പൊട്ടല്ലേ, കയ്യിൽ തന്നെ ഇങ്ങോട്ട് വാ. ഓക്കെ, നേരണ്ട് ഒന്നിട്ട് ജസ്റ്റ് വെയിറ്റ്. ഈ നേരത്തോൻ്റെ തേങ്ങ നീ ഡയറക്ഷനിൽ നമ്മളങ്ങനെ പോകുന്നു. ഓക്കെ, ജസ്റ്റ് ഈ ഫുഡ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യിലൊക്കെ കേട്ടോ. ബ്രെഡ് എപ്പോഴും യൂസ് ചെയ്യണ്ട. ബ്രെഡ് നമുക്ക് അവിടെ നിന്ന് തന്നെ കുറേ ആയിട്ട് യൂസ് ചെയ്യാനുണ്ടാവും. നമുക്ക് തന്നെ നമ്മൾ ഡയറക്ഷൻ ഇതല്ലേ, നമുക്ക് ഇത് തന്നെ നോക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫുഡിൻ്റെ ആയി ഉണ്ടോ? ക്യാരറ്റ് പക്ഷെ എടുക്കാൻ കഴിയും. ഇനി ക്യാരറ്റ് ഞാൻ ഓൾറെഡി ക്യാരറ്റ് എടുത്തില്ല, അപ്പോൾ എടുക്കാൻ കഴിയും. ഓക്കെ, ആവശ്യമില്ലതൊക്കെ എടുക്കുക. ഫുഡൊക്കെ അത്യാവശ്യം എടുക്കുക. ഫുഡൊന്നും തയ്ക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇനി വരരുത്. യെസ്, ദാറ്റ് ഈസ് ഇറ്റ്. വാ, നമ്മൾ ഈ ഡയറക്ഷനിലൊക്കെ ഗ്രീൻ സ്റ്റോൺ ഇവിടുത്തെ എല്ലാ സംഭവം നമ്മൾ എടുത്തില്ല. ഗ്രീൻ സ്റ്റോൺ നമ്മുടെ കയ്യിലില്ലേ? ഗ്രീൻ സ്റ്റോൺ ഓക്കെ പോട്ടെ. കാരണം എന്താ പറയുക, ഇത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ക്രോപ്പും കൂടി ചെയ്യാതെ ഇങ്ങനെ എല്ലാം കാട്ടിത്തരാറുണ്ടല്ലോ. ഇത്രയും സമയം ഞാൻ ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കണം. അതായത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല അടങ്ങാറ്. ഈ കമൻറ്റ് പറയലും ഈ ഗെയിം പ്ലേ കളിക്കലും ഒക്കെപ്പാടെ കൂടി നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും ഈ വീഡിയോക്ക്. ഓക്കെ, എനിക്കറിയില്ല എനിക്ക് ഡ്രാഗനെ കൊല്ലാൻ പറ്റില്ലെന്ന്, അതും എനിക്കറിയില്ല. ജസ്റ്റ് വെയിറ്റ്, ഇനി നമുക്ക് കിട്ടുമോ കേട്ടോ. എടുക്കുക പോയത് നോക്കാം. ആ ഡയറക്ഷൻ ഒന്നുപോലും മിസ്സാക്കണ്ട. ഞാൻ 20 എടുക്കാൻ കാരണം എന്താ പറയുക, എനിക്ക് ഈ ഡയറക്ഷൻ കണ്ടു ചിലപ്പോൾ കുറേ സമയം ആവശ്യം വരും. കുറേ എണ്ണം വേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 12 നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് എൻഡ് പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഡയറക്ഷൻ മാറാതെ അങ്ങനെ പോയേക്കാം. ബോട്ട് ഉണ്ടാക്കണം.
ആവശ്യമില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി. എന്തിനാനും പോർക്ക് സമയങ്ങളെ. ഞാനൊരു ബ്രെഡ് ആയിക്കോട്ടെ ജസ്റ്റ് ആയിട്ട്. ഈ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ പോയോക്കെ ഇനി. ജസ്റ്റ് ഒന്ന് മറട്ടോ കേട്ടോ. ഓക്കെ, സെയിം ഡയറക്ഷൻ തന്നെ. ഇനിയിപ്പോൾ സ്ട്രോങ് ഹോള് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എൻഡ് പോർട്ട് കണ്ടുപിടിക്കാനൊക്കെ നല്ല ടൈം എടുക്കും ചിലപ്പോൾ. കാരണം നല്ല റിസ്ക്കുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ചിലപ്പോൾ അത് പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ ലക്ക് ഉണ്ടെന്നിൻ്റെ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും. ഒരു ധൈര്യം എന്ന് വെച്ചാൽ IO ഫെൻഡർ ഇപ്പോൾ 20 ഉണ്ട് കയ്യിൽ. ജസ്റ്റ് ഒന്നും കൂടെ ഇട്ടോ കേട്ടോ. ഇപ്പോൾ ഞാൻ കാലം കൊണ്ട് ഒരു ഡയറക്ഷൻ മാറ്റണമെങ്കിലോ. ഓക്കെ, ആ ഡയറക്ഷൻ. വാ വാ വാ. അതോ 2 വെറുതെ കയ്യിൽ നിന്ന് പോയോ? അതിനിപ്പോൾ സീനില്ല, 6 മതിയാവും. വള്ളത്തിലൂടെ പോകാനാണ് അപ്പോൾ ചാൻസ്. ആ 2 വെറുതെ കളഞ്ഞ് വെറുതെ ആയിരോ. പെട്ടെന്ന് അറിയാതെ കയ്യിൽ നിന്ന് പറയാതെ പോയതാ. എവിടെ ആ ഫെൻഡർ അത്യാവശ്യം അതൊക്കെ വീണേ. അത് ഏതാ ഡയറക്ഷൻ കൂടി നമ്മൾ നോക്കിയിടാൻ മതിയേക്ക്. ഈ ഡയറക്ഷനാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ എന്ത് ചൊറപ്പാരിപാടെ ഒന്നും പാടെ ഇട്ടോ കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ IO ഫെൻഡർ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ലേ? ഓ, ഈ ഡയറക്ഷൻ തന്നെ ഇല്ല, ഒന്നും കളയല്ലേ ഇനി. അത്യാവശ്യം അത് കിട്ടിയേ പറ്റും. ഇതൊക്കെ ഇങ്ങോട്ട് പോണേ. ഈ വെള്ളത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഒരിടയ്ക്ക് കാണാൻ കഴിയില്ല, ഡയറക്ഷൻ എനിക്ക് കാണാൻ കഴിയില്ല. എന്നാലും ഈ ഡയറക്ഷനല്ല പറഞ്ഞത്. ഇതെന്താ ആപ്പാടെ എൻ്റെ അടുത്ത് കുറച്ച് IO ഫെൻഡറേ ഉള്ളൂ കേട്ടോ. ബാക്ക്. അപ്പോൾ ഇവിടെ ഇവിടോ ആവാനാട്ടോ ചാൻസ്. ഇവിടെ ഇവിടോ ആവാനാ ചാൻസ്. ബാക്കൊക്കെ വന്നാൽ അപ്പം തന്നെ മനസ്സിലായി അവിടെ ഇവിടോ ആവാനാ ചാൻസ്. ഈ നേരത്തെ ഒന്നും ചെയ്യല്ലേ മുത്തുമണിയേ, ഞാനല്ല. ഇവിടെ എടുത്ത ഇവിടെ ആവാനാ ചാൻസ്. ഇതാ ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ കുഴിക്കേണ്ട സ്ഥലം. ആ 2 ബ്ലോക്കിൻ്റെ അവിടെ കുഴിച്ചാൽ മതി. ജസ്റ്റ് വെയിറ്റ്. ഇനി അതിൻ്റെ എയറൊക്കെ ഒന്ന് ഫുള്ള് കംപ്ലീറ്റ് ആക്കട്ടോ. ജസ്റ്റ് ഈശ്വര പട്ടികളെ ഈ നേരത്ത്. ജസ്റ്റ് വെയിറ്റേ. ഒരു സ്ഥലമെങ്കിലും ഉണ്ടല്ലോ അവിടെ. ജസ്റ്റ് വെയിറ്റേ. ഇതിപ്പോൾ എന്ത് റിസ്ക്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഇത്രയും കളിച്ച മൊത്തം വെറുതാവും ഇതിന് പേരിൽ. വാ പെട്ടെന്ന് സമയം കളയല്ലോ. ഓക്കെ ഇനി അവിടെ കണ്ട 2 ബ്ലോക്കിനുള്ളിൽ കൂടെ കയറിയാൽ കാര്യം ഓൾ സെറ്റ്. ഓക്കെ, എവിടെയാണ് സ്ഥലം? എവിടെ ആയിരുന്നു ഇങ്ങനെ ഉടുക്കപ്പെട്ടത്? ഓക്കെ, ഇവിടെ തന്നെ. ഇവിടെ അടിക്ക് കുഴിച്ചു പോയാൽ നമുക്ക് സ്ട്രോങ് ഹോൾ കണ്ടുപിടിച്ചാൽ പറ്റും. ഓക്കെ, അതൊക്കെ എന്ത് റിസ്ക്കിൽ പരിപാടി ഇറങ്ങി. അതൊക്കെ എന്തുകൊണ്ട് കുഴിച്ചാലാ ആവുക? ജസ്റ്റ് ഈ എയർ ബബിൾ ഫുൾ ആവട്ടെ കേട്ടോ. അങ്ങോട്ട് കുഴിച്ചിട്ട് തുടങ്ങാം. ഈ ഗ്രാവൽ എന്തുകൊണ്ട് കുഴിച്ചാൽ പെട്ടെന്ന് ആവുക? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ, ശവലോണ്ടായിരിക്കും അല്ലേ. ശവലോണ്ട് ട്രൈ ചെയ്ത് കേട്ടോ. ഇനി എയർ ബബിൾ ഫുൾ ആവട്ടെ. ജസ്റ്റ് വെയിറ്റ്. ഫസ്റ്റ് 3 ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേലെ ബ്ലോക്ക് ഇട്ടാൽ മതി. ഓക്കെ, 1 2. ഓക്കെ,
പിക്കേക്സ് 2 3. ഇനി ഏതെങ്കിലും ഒരു ബ്ലോക്ക് കൊടുക്കുന്നു, മേലിടുന്നു. ദാറ്റ്സ് ഇറ്റ്. ഞാൻ പ്രോ എന്നല്ലേ. സ്റ്റേറ്റേ ലൈറ്റ് പേരോ. ഇല്ല ജസ്റ്റ് വരിട്ടോ. ഓ സമാധാനം ഉണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കുഴിച്ചു പോയാലും നമുക്ക് സ്ട്രോങ് ഹോളൊക്കെ എത്താൻ കഴിയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മുടെ ഡയറക്ഷനൊക്കെ കറക്റ്റ് അല്ലേ? ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് 20 കൂടി ഞാൻ തകിയില്ലെന്ന് കരുതി. കാരണം വെച്ചാൽ പറയാൻ പറ്റൂലേ. ഇനിയിപ്പോൾ സ്ട്രോങ് ഹോൾ അത്ര ആയത്ത് പോകണമെന്നല്ല, ചിലപ്പോൾ നെഗറ്റീവ് ലെവൽ വരെയൊക്കെ പോകേണ്ടി വരും. നമുക്ക് നോക്കാം. ടോർച്ചൊക്കെ ഇഷ്ടം പോലെ യൂസ് ചെയ്ത് സെമിയിലേ. ഇനിയിപ്പോൾ അവിടുന്ന് എൻഡ് പോർട്ടൽ കണ്ടുപിടിക്കണം. അത് വലിയൊരു കടമ്പയാ മോനെ. ഇനിയിപ്പോൾ ഞാൻ ഡ്രാഗനെ കൊല്ലായിട്ട് നിങ്ങൾ ചിരിച്ചെടുത്തിട്ടോ. ഞാൻ ആരോണ്ട് പേടിച്ചാൽ കൊള്ളൂല. ആകെ എന്തൊക്കെയാ ഇക്കാരം. ഇതാ സ്ട്രോങ് ഹോൾ എത്തി. ഇതാ കണ്ടോ, ഇതാണ് സ്ട്രോങ് ഹോൾ പറയുന്നത്. ജസ്റ്റ് വിഷയർ. ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ദെൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ഹോൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രാഗണെ കൊല്ലുക പറഞ്ഞാൽ അടുത്ത എപ്പിസോഡിലേക്ക് വരാം. പാർട്ട് 4 കൂടിയാണ് സർവൈവൽ സീരീസ് തീരും. ആൻഡ് ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഓക്കെ തന്നെ. അപ്പോൾ സ്ട്രോങ് ഹോൾ എത്തി. ഞാൻ പറഞ്ഞ ടാർഗറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് മൈൻക്രാഫ്റ്റിൻ്റെ 3rd പാർട്ട് ഇതോടെ തീർന്നു. ആൻഡ് 4th പാർട്ട് അടുത്ത എപ്പിസോഡായിട്ട് വരും. അതേ കാര്യം ലാസ്റ്റ് എപ്പിസോഡ് സർവൈവൽ സീരീസിൻ്റെ അതിലേക്കാരം നമ്മൾ ഡ്രാഗണെ കൊല്ലുക. ഓക്കെ, ഇത് പ്രിപ്പറേഷൻ ആണല്ലേ. അപ്പോൾ ഇതുവരെ കണ്ടുന്ന എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഗുഡ് ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിഫീറ്റിംഗ് ദ ഡ്രാഗൺ. ഓക്കെ ദെൻ ഗുഡ് നൈറ്റ്.